മറ്റൊന്ന് 10 ലക്ഷാധിപതിയാണ്. താങ്ക് യു. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റോയ് സാറിന്റെയും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒക്കെ. ആ ഒരു അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ സാറിനെ കാണാനും അടുത്ത് നിൽക്കാനൊക്കെ പറ്റിയത് നന്ദിയുണ്ട് കേട്ടോ സാർ. താങ്ക് യു. അപ്പൊ ഇപ്പൊ എന്റെ ട്രിപ്പില് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റോയ് സാറ് അനീഷിന് 10 ലക്ഷം രൂപ കൊടുക്കുന്നു എന്നുള്ളത്. അതിനെ പല രീതിയിൽ വളച്ചൊടിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു നല്ല പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ തന്നെ നമുക്ക് പറയാം. ആ ഷോയില് 2 പേര് ലാസ്റ്റ് വരുന്നു. ആ 2 പേര് വരുന്നതിൽ ഒരാൾ കയ്യും വീശി പോകേണ്ട ഒരവസ്ഥയാണ്. എന്തായാലും അവർ നല്ലപോലെ ഗെയിം കളിച്ചിട്ടാണല്ലോ ആ 2ാം സ്ഥാനത്ത് എത്തിയത്. അപ്പൊ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ച കാര്യങ്ങളാണ്. കഴിഞ്ഞ സീസണിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പല സീസണുകളിലും ഞാൻ അങ്ങനെ ചിന്തിച്ച കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഇവരൊരു സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നില്ല എന്നുള്ളത്. സെക്കൻഡ് പ്രൈസിന് നല്ലൊരു എമൗണ്ട് കൊടുക്കാം. ഇവർ 50 ലക്ഷം രൂപ ഈ ഫസ്റ്റ് പ്രൈസിന് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു 25% എങ്കിലും ഈ സെക്കൻഡ് വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ കഴിയും. അത് എന്തായാലും ബിഗ് ബോസ്, ഞാൻ പറഞ്ഞിട്ട് ബിഗ് ബോസ് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ ഇവര് എല്ലാവരും നല്ല ഗെയിം കളിച്ചാണ് മുന്നോട്ട് വരുന്നത്. അതിൽ പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരമാണ്, പ്രേക്ഷകരുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണല്ലോ 2 പേര് ലാസ്റ്റ് വരുന്നത്. എന്തായാലും അവരായിരിക്കുമല്ലോ ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോയത്. ഇവർക്ക് ഇത്രയും TRP ഉണ്ടാക്കി കൊടുക്കാനും ക്യാഷ് ഉണ്ടാക്കി കൊടുക്കാനും വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും പരസ്യം ഇതെല്ലാം കിട്ടുന്നതും ഇവർ മുഖേനയാണ്. ഇവർക്ക് അതിനകത്തൊരു പങ്കുണ്ട്, ശരിക്കും ഒരു പങ്കുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇവർ അത് ചെയ്യുന്നില്ല എന്ന് എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട്. സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് നഷ്ടമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു സെക്കൻഡ് പ്രൈസ് ഒരു ചെറിയൊരു എമൗണ്ട് 25%, ഈ ഫസ്റ്റ് പ്രൈസിന്റെ ഒരു 25% എങ്കിലും സെക്കൻഡ് പ്രൈസ് ആയിട്ട് കൊടുക്കാം. എന്തായാലും റോയ് സാർ ഇവിടെ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി. ഇതിനെ പല രീതിയിൽ വളച്ചൊടിക്കുന്നവരുണ്ട്. വേറൊന്നുമല്ല, റോയ് സാറിന് സത്യം മനസ്സിലായി. അനുമോൾക്ക് അല്ലായിരുന്നു കപ്പ് കിട്ടേണ്ടത്, അതുകൊണ്ടാണ് റോയ് സാർ അങ്ങനെ ചെയ്തത് എന്നൊക്കെ. ഒരിക്കലും അല്ല. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റോയ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ റോയ് സാറിന്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, പെട്ടെന്ന് ഇതുപോലെ സർപ്രൈസുകൾ കൊടുക്കാറുണ്ട്. പിന്നെ ബിഗ് ബോസ് ഷോയിലെ ഒരാൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുന്നത്. പല കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരാളെ പൈസ സഹായിക്കേണ്ട സമയത്തൊക്കെ പോയി സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. അവർ പോലും അറിയാതെ അവരുടെ അടുത്ത് പോയി ക്യാഷ് കൊടുക്കുന്നതും ചെക്ക് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നോർമലി പറയുകയാണെങ്കിൽ പുള്ളി ചിന്തിച്ചിരിക്കുക, എന്തുകൊണ്ട് ഒരു സെക്കൻഡ് പ്രൈസ് കൊടുത്തുകൂടാ? ഇത് ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ എൻഡമോൾ ഷൈനോ ഒന്നും ഇവരിൽ പങ്കില്ല. ഇത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ് തന്റെ കയ്യിൽ നിന്നുള്ള പൈസയാണ് 10 ലക്ഷം എടുത്ത് കൊടുക്കുന്നത്. എന്തായാലും ആ ഒരു പ്രവൃത്തിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് ഷോയിലെ ഇവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു കൊടുത്തുകൂടെ? നിങ്ങൾക്ക് ആ സെക്കൻഡ് പ്രൈസ് വരുന്നവർക്ക്, ആ സെക്കൻഡ് വരുന്നവർക്ക് നിങ്ങൾക്ക് ഒരു പ്രൈസ് കൊടുത്തുകൂടെ? അവരെ കയ്യും വീശി അവസാനം ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾ ജയിക്കുകയും 50 ലക്ഷം കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഈ സെക്കൻഡായിട്ട് അവിടെ വന്നിരിക്കുന്ന ആൾ കയ്യും വീശി പോകേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും പ്രൈസ് കൊടുത്ത് വിടുന്നത് പോലെ ഒരു അവസ്ഥ, അത് എന്തോ നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബിഗ് ബോസ് ഇനി ചിലപ്പോൾ അതിലൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുമായിരിക്കാം. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. ആ ചെക്ക് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അവിടെ അനീഷ് പറയുന്നുണ്ട്, വളരെ സന്തോഷമായി, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു ആ ചെക്ക് കിട്ടിയപ്പോൾ. എന്താന്ന് വെച്ചാൽ ശരിയാണ്, അനീഷും ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ടാണ് അവിടെ വന്നൊരു കോമണറായിട്ട് വന്ന് ഫൈനൽ വരെ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ്. ഇതുവരെ വന്നിട്ടുള്ള കോമണറുകളിൽ വെച്ച് ഫൈനലിൽ വന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അതിനെ നമ്മൾ അനുമോദിച്ച് തന്നെ പറ്റത്തുള്ളൂ. അതുപോലെ അത്യാവശ്യം അവിടെ നല്ല രീതിയിൽ ഗെയിമും കളിച്ചിട്ടുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് അനുമോളും അനീഷും തമ്മിൽ ഒരു ഫൈറ്റ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് അനീഷ് സെക്കൻഡ് ആയി പോയത് എന്നുള്ളത് നമുക്കറിയാം. ഒരാളെ മാത്രം ഈ ബിഗ് ബോസ് ഷോയിൽ കോർണർ ചെയ്യുമ്പോൾ, അത് പണ്ട് മുതലേ ഉള്ളതാണ്, ഒരു വ്യക്തിയെ മാത്രം കൗണ്ടർ ചെയ്ത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്യുമ്പോൾ പബ്ലിക് എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ കോർണർ ചെയ്യപ്പെട്ട ആളുടെ ഭാഗത്തായിരിക്കും. പിന്നെ അവർക്ക് അതങ്ങനെയാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടന്മാര് പോയി അതിനകത്തുനിന്ന് ഗെയിം കളിച്ചത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അങ്ങനെ റീ എൻട്രിയുടെ സമയത്തും ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ ഇപ്പം ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് അനുമോൾക്ക് കപ്പ് കൊടുത്തതോ ഒന്നുമല്ല. അവര് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കപ്പ് കൊടുത്തത്. അപ്പം ഇതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അനീഷിന്റെ ആ മുഖത്തെ ആ സന്തോഷം ഒന്ന് കാണണം ആ പൈസ കൊടുക്കുമ്പോൾ. ഒരുപാട് റിസപ്ഷൻ അങ്ങോട്ട് പോവാം. അനീഷ് ഭായി അങ്ങോട്ട് പോകും. ഹോട്ടലിന്റെ റിസപ്ഷനിൽ ശരി. ഇതിന് ലഭിക്കാൻ വേണ്ടി അർഹതപ്പെട്ട ആള് തന്നെയാണ്. സഹായിക്കുന്ന അങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് അനുമോൾക്കാണെങ്കിലും ഷാനവാസിനാണെങ്കിലും നെവിനാണെങ്കിലും, അതുപോലെ തന്നെ നെവിനും ഒരുപാട് കഷ്ടപ്പാടിലൂടെ ഒക്കെ വന്ന ആളാണ്. നെവിനും അങ്ങനെ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഷാനവാസിനായാലും അനുമോൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അവരവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയിട്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെനിക്ക് എടുത്തു പറയാനുള്ള മറ്റൊരാളുടെ കൂടെ കാര്യമുണ്ട്. ഞാനിപ്പോ വീഡിയോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഈ അനീഷിന്റെ അനിയനോ ചേട്ടനോ ഒരാളുണ്ടല്ലോ, ആ പുള്ളിയുടെ ബിഹേവിയർ
ഞാൻ പല വീഡിയോയിലും ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ വന്നപ്പോൾ കാണിച്ച ഷോ അത് ഓർക്കട്ടെ, അത് ഒരു ഇതിന്റെ മേളിൽ ഉണ്ടാകുന്നതാണ്. ആ ഒരു ഷോയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് കിട്ടേണ്ടതായിരുന്നു എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പം അതിലൊരു സെക്കൻഡ് വന്നു. അതിലുള്ള രോഷമൊക്കെ ആയിരിക്കാം പ്രകടിപ്പിച്ചതെന്ന് പറഞ്ഞാലും, പക്ഷെ അടുത്തുള്ള പരിപാടികളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്തോ ഒരു വലിയ ഒരു സംഭവമായിട്ട് ഇൻവോൾവ് ആയി അനീഷിന്റെ കൂടെ നിന്നുകൊണ്ട് പുള്ളി മറ്റുള്ളവരെ ഒക്കെ നിയന്ത്രിക്കുന്ന, വല്ലാതെ നിയന്ത്രിക്കുന്ന രീതിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ എന്റെ അഭിപ്രായമാണ് അതിൽ പറഞ്ഞത് കേട്ടോ. അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല അതിനകത്ത്. ഇനി പോകെ പോകെ നമുക്ക് മനസ്സിലാകുമായിരിക്കാം ഇനി മുന്നോട്ട് പോകും തോറും. അതുപോലെ തന്നെ അനുമോളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അനുമോൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ 10 ലക്ഷം രൂപ ഈ അനീഷിന് കിട്ടുന്നതിനെ കുറിച്ച്. അതിനകത്ത് അനുമോൾ ഇത് കൃത്യമായിട്ടാണ് അത് വിലയിരുത്തിയിരിക്കുന്നത്. അനുമോൾ പറയുന്നുണ്ട് അത് കിട്ടേണ്ടതാണ്, അത് കൊടുക്കേണ്ടതാണ്, എനിക്ക് സന്തോഷമായി എന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചുരുക്കം പറഞ്ഞ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇവർക്കൊന്നും യാതൊരു വിഷയമില്ല. ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് വന്നവര് പിന്നെ അവരുടേതായ കാര്യങ്ങൾ പറയും, അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശത്തിന് മേളിൽ പറയും. പക്ഷെ ചിലർ അഭിപ്രായം പറയുമ്പോൾ അടച്ചാക്ഷേപിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നാറ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ അവര് നല്ല ബെറ്റർ ആയിരുന്നു, അവര് നല്ല ഗെയിമേഴ്സ് ആയിരുന്നു, പക്ഷെ ഞങ്ങള് തോറ്റത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് ലോജിക് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലരും, ഞാനിപ്പോ പലരുടെ എല്ലാവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പറയുവാണെങ്കിൽ കുറെ പേരുടെ പേര് പറയണം. അവരൊക്കെ ഇരുന്ന് തള്ളുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് എന്തോ വലിയ സംഭവങ്ങളായിരുന്നു, വലിയ ഗെയിമേഴ്സ് ആയിരുന്നു, 99ാമത്തെ ദിവസത്തിലാണ് അവർ ഔട്ടായി പോയത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. പോയിട്ട് മിനിമം 2 ആഴ്ച അല്ലെ 3 ആഴ്ച അവിടെ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ നോമിനേഷനിൽ വരാതൊക്കെ രക്ഷപ്പെട്ടവരുണ്ട്. അങ്ങനെ പിന്നെ നോമിനേഷനിൽ വന്ന് പുറത്തായവരുണ്ട്. അപ്പൊ 2-3 ആഴ്ച നിന്നവര് ഞങ്ങൾ വലിയ ഗെയിമേഴ്സ് ആണ് എന്ന് വെളിയിൽ പറയുമ്പോൾ അവർ ആ വീട്ടിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഐഡിയയും കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇവരെന്താണ് ചെയ്തതെന്ന് ഇവർ പറയുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ അവരവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് പലരുടെ ഇത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ അനീഷിനെ അവാർഡ് കൊടുക്കുന്ന സ്ഥലത്ത് ലക്ഷ്മിയും അവിടെ എത്തിയിരുന്നു, അനീഷിനെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. ലക്ഷ്മി ബിഗ് ബോക്സിൽ നന്നായിട്ട് പ്ലേ ചെയ്ത കണ്ടസ്റ്റന്റ് ആണ്. അപ്പോ I know Lakshmi for the last 1 year. Yes. Lakshmi, all the best in life, and I'm sure that a lot of good things will happen to you, Anish, and Anumol, and every single participant. And I'm sure that Big Boss is a platform that takes you to the next league. Take care. ലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വന്ന സമയത്ത് ആദ്യം കയറിയ സമയത്തൊന്ന് നെഗറ്റീവ് ആയി എന്ന് പറഞ്ഞാലും മോഹൻലാലിന്റെ ആ വീക്കെൻഡ് എപ്പിസോഡോട് കൂടി ഒരുപാട് പേരുടെ മനസ്സിലേക്ക് കയറാൻ ഒരു ഇമ്പാക്ട് ഈ ഷോയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരാളാണ് ഈ പറയുന്ന ലക്ഷ്മി. അതിനുശേഷം ലക്ഷ്മി ഗെയിമിൽ നിന്ന് പുറത്തായി. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ ലക്ഷ്മിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസമാണ്. ലക്ഷ്മി ഗെയിമിൽ നിന്ന് പുറത്തായി വെളിയിൽ പോയി, അതിനുശേഷം റീ എൻട്രി ചെയ്ത ലക്ഷ്മിയെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഒരു ഗെയിമർ ആയിട്ടല്ല ലക്ഷ്മി വന്നത്. ലക്ഷ്മിക്ക് അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വരാൻ കഴിഞ്ഞു. ലക്ഷ്മി അവിടെ വന്നു, എല്ലാവരുമായിട്ട് സംസാരിച്ചു, ഒരേപോലെ കണ്ടു. അതുപോലെ തന്നെ അനുമോളെ എല്ലാവരും കോർണർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് പ്രതികരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലക്ഷ്മി ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന ഒരാളാണ്. ആ ഗെയിം അവിടെ കഴിഞ്ഞു, അവിടെ വിട്ടു, തിരിച്ചു വന്നിട്ട് പിന്നെ ആ വിഴിപ്പലക്കാൻ അവിടെ നിന്നില്ല എന്നുള്ളതാണ്. അവിടെ അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടവര് അനീഷിനോടാണെങ്കിലും അനുമോളോടാണെങ്കിലും അവിടെ ഷാനവാസിനോടാണെങ്കിലും എല്ലാവരോടും ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന ഒരാളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതൊരു പോസിറ്റീവാണ് ഈ ലക്ഷ്മിയുടെ. ഈ ക്വാളിറ്റിയാണ് മറ്റുള്ള മത്സരാർത്ഥികൾ, ലേഡി മത്സരാർത്ഥികൾ ഒരുപാട് പേര് അവിടെ പോയിട്ടുണ്ട്, അവരെല്ലാം കണ്ടുപിടിക്കേണ്ടതാണ് ഈ ലക്ഷ്മിയുടെ ഈ ഒരു ബിഹേവിയർ. ഇതാണ് നമ്മുടെ ലൈഫിലും നമുക്ക് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ മുന്നോട്ട് എത്തിക്കുന്നത് ഈ ഒരു ബിഹേവിയർ ആണ്. അല്ലാതെ ലൈവ് ഇട്ടും വീഡിയോ ഇട്ടും പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാളുടെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ മാനസികമായ അസുഖമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ അനുമോള് കണ്ടന്റ്, വെളിയിൽ വന്നപ്പോഴും അനുമോള് കണ്ടന്റ്, ഇന്നത്തെ ദിവസം വരെ അനുമോള് കണ്ടന്റ്. ഇവർ തന്നെയാണ് ഇതെല്ലാം ബൂസ്റ്റ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുമോൾ അനീഷിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ഒരു കോമണർ എന്ന രീതിയിൽ ആദ്യമായിട്ടാണല്ലോ സെക്കൻഡ് അടിക്കണ ഒരാള് അവിടെ വരെ എത്തിയത്, ഫൈറ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെ ഒരു ഇത് ഡിസർവിങ് ആയിട്ട് തോന്നുന്നു. അതന്നെ അനുമോള് പറയുന്നത്. സന്തോഷം, വളരെ സന്തോഷം ഉണ്ട് എന്നുള്ളത്. അതാണ് ഞാനും പറഞ്ഞത്. ഈ സെക്കൻഡ് വരുന്ന ആൾക്കും എന്തെങ്കിലും പ്രൈസ് കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് 2 പേര് വരുന്നുണ്ട് ലാസ്റ്റ്. ഇപ്പം ഒരു ക്രിക്കറ്റ് മത്സരം നടന്നാലും ഒരു ഫുട്ബോൾ മത്സരം നടന്നാലും ഏത് മത്സരങ്ങളായിക്കോട്ടെ അവിടെ സെക്കൻഡ് വരുന്ന ഒരു ടീമിന് ഒരു പ്രൈസ് മണി ഉണ്ട്.
അതുപോലെ തന്നെ ഇതൊരു ഷോ അല്ലേ, ഈ ഷോയിലേക്ക് വരുമ്പോൾ ഫസ്റ്റിന് മാത്രമേ പ്രൈസ് കൊടുക്കൂ, ഇത്രയും പ്രൈസ് കൊടുക്കൂ എന്ന് പറയുമ്പോൾ സെക്കൻഡ് വരുന്ന ആൾ കയ്യും വീശി പോകേണ്ട ഒരു അവസ്ഥയാണ്. അതിലെന്തെങ്കിലും ഒരു മാറ്റം ബിഗ് ബോസിന് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടം ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാതെ ഇപ്പം ബിഗ് ബോസിനെ ഞാൻ അങ്ങനെ ചെയ്യും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം അനീഷിന് ആ 10 ലക്ഷം രൂപ കിട്ടിയതിൽ. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഗെയിം അവിടെ കഴിഞ്ഞു. ആ ഗെയിമിന്റെ പെർസ്പെക്റ്റീവിലൊന്നും ഇനി നമുക്ക് വെളിയിൽ വിലയിരുത്താൻ കഴിയില്ല. വെളിയിൽ വേറൊരു ലൈഫാണ്. ഇനി അവരുടെ ലൈഫിൽ വെളിയിൽ നടക്കുന്ന എന്തെങ്കിലും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗെയിമിനെ വെച്ച് നമ്മൾ ഇനി റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഗെയിം അവിടെ കഴിഞ്ഞതാണ്. പക്ഷെ വെളിയിലെ ഈ അനുമോൾക്കെതിരെ അനുമോളെ ഓരോരുത്തർ കോർണർ ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്കത് സംസാരിക്കേണ്ടി വരുന്നതാണ്. എന്നുവെച്ചാൽ അവർ ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം ഇവിടെ പലരും ഓർക്കുന്നില്ല. വെളിയിലും ഇവർ അനുമോൾക്കെതിരെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും. അപ്പം അവർ അതിൽ നിന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. നമ്മൾ ഈ ചെയ്തത് ശരിയാണോ, ഗെയിം കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ ആരെ വെളുപ്പിക്കാൻ, സ്വയം വെളുപ്പിച്ചാൽ എവിടെ വരെ വെളുക്കുമെന്നുള്ളത് നമുക്കറിയാം. അപ്പം അതിൽ നിന്നും കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കും തോറും ഇത് അങ്ങോട്ട് മാഞ്ഞു പോകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവരെ ഇത് ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനാണ് എന്തുണ്ടെങ്കിൽ ഈ കൊണ്ടുവരുന്നവർ ഉറപ്പായിട്ടും നാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർ തന്നെ അവരുടെ പല്ലിട കുത്തി നാറ്റിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ അനുമോളുടെ വേറെ ക്വാളിറ്റിയാണ്, അനുമോൾ വാ തുറക്കുന്നില്ല ഈ കാര്യങ്ങൾക്കൊന്നും. ഈ അലിഗേഷൻസിൽ അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയും, പക്ഷെ മറ്റുള്ളവർ വീഡിയോ ഇട്ടിട്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഓരോന്ന് പറയുമ്പോൾ അതിനെതിരെ അനുമോൾ ഒന്നും പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ്. മൗനമാണ് എല്ലാത്തിനും നല്ലത്. അതുകൊണ്ട് അനുമോൾ ആ ഭാഗത്തുകൂടി ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ അനുമോളെ പിന്നെയും ബൂസ്റ്റ് ചെയ്യുന്നൊക്കെ പറയും. പക്ഷെ ഞാനത് ക്വാളിറ്റി ആയിട്ടാണ് അത് കാണുന്നത്. നമ്മളെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ വരുന്നു, അവർ വീഡിയോ ഇടുന്നു, അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ സൈലന്റ് ആണ് അവരെ പിന്നെയും പ്രകോപിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ സൈലന്റ് അവർക്കൊരു പ്രകോപനമായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.